ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം, കന്യാകുമാരി അങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴണം. അത് കഴിഞ്ഞ് മറ്റ് സ്ഥലങ്ങളൊക്കെ, അവിടുത്തെ കാഴ്ചകളും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരണം. 2-3 ദിവസത്തെ ടൂറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ എൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട് കേട്ടോ. എൻ്റെ അനിയൻ വന്നപ്പോൾ തുടങ്ങിയതാണ്, നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് ടൂർ പോവല്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ആരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിട്ടില്ല. ഇവിടെ ഉണ്ണേടനൊക്കെ പോയിട്ടുണ്ട്, അനിയനും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്ത്രീകളാരും പോയി കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് പത്മനാഭസ്വാമി ഒന്ന് തൊഴണം. പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബീച്ചിൽ പോകണം, കൊട്ടാരം കാണണം. പിന്നെ കന്യാകുമാരി, അവിടെ ഉദയാസ്തമയമൊക്കെ ഒന്ന് കാണണം. അങ്ങനെയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ നടക്കും എന്നറിയില്ല. എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴണം. അത് എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 ദിവസത്തെ ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഞാനെല്ലാം റെഡിയാക്കി പോകാനുള്ള ബാഗും 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സും വേണ്ടേ, വെള്ളം അതൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് പോണത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ആറ്റുകാലൊക്കെ മോൻ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ണേട്ടനവിടെ ആരും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വണ്ടി അവിടുന്ന് വീട്ടിൽ നിന്നാണ് വരുന്നത്, മഞ്ചേരിയിൽ നിന്നാണ് വണ്ടി വരുന്നത്. അവരെല്ലാവരും മഞ്ചേരി ഭാഗത്തല്ലേ, അനിയത്തിമാരും. എൻ്റെ വീടൊക്കെ മഞ്ചേരിയല്ല. അപ്പോൾ അവരെല്ലാവരും കൂടെ, അച്ഛനും അമ്മയൊക്കെ, അപ്പോൾ അവരെല്ലാവരും കൂടെ അവിടുന്ന് ഇങ്ങോട്ട് വരും. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇവിടുന്നാണ് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കുക, പോവുക. അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞു. ഇനി അവർ വന്ന ഭക്ഷണം കഴിക്കണം കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടില്ല, അവരെ കാത്തിരിക്കുകയാണ്. അവർ വന്നിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഞങ്ങളുടെ അനിയത്തിക്കുട്ടിയുടെ അമ്മ കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഒപ്പം. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോണത്. ഉണ്ണേട്ടനവിടെ അളിയന്മാരെ തോന്നുന്നുണ്ട് വിളിക്കണത്. ഉണ്ണേട്ടൻ്റെ ഇവിടുത്തെ ചേച്ചീൻ്റെ ഹസ്ബൻഡിനെയൊക്കെ വിളിക്കുക തോന്നുന്നുണ്ട്. അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ചുള്ള യാത്രകളാണ് നമുക്ക് യാത്ര പോകുമ്പോൾ രസം തോന്നുന്നത്. അപ്പോൾ നമുക്കുള്ള കൊണ്ടുപോകാനുള്ള ബാഗും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണിക്കാം കേട്ടോ. എൻ്റെ ബാഗ് അവൻ്റെതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മോൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹായ് പറയടോ. വണ്ടി മഞ്ചേരിയിൽ നിന്ന് പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. പിന്നെ അനിയനും വൈഫൊക്കെ ഈ സമയത്ത് ഗൾഫിൽ നിന്ന് വന്നത് തന്നെ എല്ലാവർക്കും ഒഴിവല്ലേ, കുട്ടികൾക്കൊക്കെ ഒഴിവല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴല്ലേ എവിടേക്കെങ്കിലുമൊക്കെ പോകാനും പിന്നെ എല്ലാവരുടെയും കൂടെ കൂടാനൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ സമയത്ത് വന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളത് മിസ് ചെയ്യണില്ല. എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വണ്ടി കയറി. എല്ലാവരും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും കുറച്ചൊക്കെ പാടുന്ന ആൾക്കാർ തന്നെയാണ്. അനിയത്തിമാരും അനിയനും നാത്തൂനും ഒക്കെ പാടും. അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ യാത്രയിൽ ഫുൾ പാട്ടും
കളിയും ചിരിയും അങ്ങനെ എല്ലാം കൂടി പറഞ്ഞതാക്കണമെന്ന് വിചാരിക്കുന്നു. കുട്ടികളൊക്കെ ഇംഗ്ലീഷ് ഹിന്ദി പാട്ടിൻ്റെയൊക്കെ ആൾക്കാരാണ് കേട്ടോ. അവർ ഇംഗ്ലീഷ് ഹിന്ദി പാട്ടുകളൊക്കെ പാടും. ഞങ്ങളൊക്കെ മലയാളം പാട്ട് പാടും, ചിലരൊക്കെ ഹിന്ദി പാട്ടും പാടും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനോടും ഒക്കെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും പഴയ തമിഴ് പാട്ടുകളും മലയാളം പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തമിഴ് ഗാനവുമായി മുത്തശ്ശൻ. തമിഴ് ഗാനവുമായി മുത്തശ്ശൻ. അതല്ല, ഇന്നലെ അച്ഛൻ ഫുള്ള് പാടിയാണ് ആ പാട്ട്. ഇന്നലെ പാട്ടിട്ടപ്പോ പാടില്ലേ ചിന്നത്തമ്പീത്തെ പാട്ടാണ്. இல்லையொரு பிள்ளை என்று எங்கூர் பலருக்கு இங்கு வந்து ஏன் பிறந்தாய் செல்வ மகனே, ஏன் பிறந்தாய் மகனே, ஏன் பிறந்தாயோ? நான் பிறந்த காரணத்தை நானே அறியும் முன்னே நீயும் வந்து ஏன் பிறந்தாய் செல்வ மகனே, ஏன் பிறந்தாய் மகனே, ஏன் பிறந்தாயோ? You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past outside the lights. You can see the burning road to life, so love me like you do, la la, love me like you do, love me like you do, la la, love me like you do, touch me like you do, la la, touch me like you do, what are you waiting for? അപ്പോൾ ഞങ്ങളുടെ യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.